ഹലോ, നമുക്കിന്ന് ആട്ടൂട്ടിയെ കാണാൻ പോയാലോ? ഇവിടെ ചെമ്മരിയാട്ടും കൂട്ടങ്ങളാണുള്ളത് കേട്ടോ. അവരുടെ കുട്ടികളാണ് ദേ കണ്ടില്ലേ കിടന്ന് ഓടിക്കളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സീസൺ ഇവിടെ ഇങ്ങനെ ആടുകൾ പശുക്കളുടെയൊക്കെ ഒരു ബ്രീഡിങ് ടൈമായിട്ട് അവർ സെറ്റ് ചെയ്യുന്നതാണ്. കാരണം അറിയാമല്ലോ, അയർലൻഡിൽ കൊടിയ തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പത്ത് അവിടെ നാട്ടിലെ പോലെ തന്നെ അവർക്ക് എപ്പോഴും ബ്രീഡിങ് നടത്താൻ പറ്റില്ല, കുട്ടികൾ സർവൈവ് ചെയ്യില്ല. അതുകൊണ്ടാണ് അവർ ഈ ഒരു സീസൺ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നല്ല ചൂടും തണുപ്പൊന്ന് കുറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് മഴയും കുറവാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒരു കണ്ടീഷൻ കിട്ടും. ഇവിടുത്തെ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ പുല്ല് ഇങ്ങനെ സാധാരണ കിളിർത്ത് വരുന്നതാണ് ഈ വെള്ള കളറുള്ള പൂക്കൾ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വണ്ടുകൾ പാറി പറക്കുമ്പോൾ പരാഗണം നടന്നിട്ട് അങ്ങനെ കളർ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അടുത്തൊരു ഫാമുണ്ട്. ആ ഫാമിലെ ആട്ടുംകുട്ടികളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, പലതരം പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയിട്ടാണ് ഫാം. അപ്പോൾ ഇത് കണ്ടോ, ഇലക്ട്രിക് കമ്പി വേലിയാണ്. അവർ ക്രോസ് ചെയ്ത് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കമ്പിവേലിയുടെ ആ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് ഫാമിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു പരിചയമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആക്സസ് കിട്ടിയതാണ് ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഇവിടെ ധാരാളമായിട്ട് ആടുകൾ, കറുപ്പ്, പിന്നെ എല്ലാം ചെമ്മരിയാടിൻ്റെ വെറൈറ്റികളാണ്. പല ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ ഇന്നലെ എന്തോ പ്രസവിച്ചതാണ് ഈ ആടുകുട്ടിയും. അങ്ങനെ പിന്നെ ഇത് കഴുതയുടെ കൂടാണ്. കഴുത അവിടെ ഇല്ല, മേയാൻ പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കത്തിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് മേയാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയാണ്, പുല്ലാണ്. നമ്മളെ നാട്ടിൽ വൈക്കോൽ കെട്ടൊക്കെ വരുന്നത് പോലെ ഇവർക്കുള്ള പുല്ല് തീറ്റയാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, പശുക്കുട്ടികൾ, കുറേ പശുക്കുട്ടികളുണ്ട്, 4-5 പശുക്കുട്ടികളുണ്ട്. അപ്പോൾ ആ പശുക്കുട്ടികളെല്ലാം കൂടെ ഒരു മൂലയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ, ആരാ എന്താണെന്ന് അറിയാത്തതുണ്ടാവും. അപ്പോൾ അവിടുന്ന് പതുക്കെ എണീറ്റ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്നപ്പോൾ ഇവരുടെ ഫീഡിങ് ടൈമാണ്. ഇവിടുത്തെ ഫീഡിങ് ടൈമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവർക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഇരുമ്പിൻ്റെ പെട്ടിയാണ് കേട്ടോ. അതിലിങ്ങനെ പുല്ല് നിറച്ചിട്ടൊക്കെ അവർ വേണ്ടപ്പോൾ വന്ന് അത് കഴിക്കും. അങ്ങനെ ഒരു മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ മിൽക്ക് റീപ്ലേസർ, ട്രാൻസിഷൻ മിൽക്ക് ആണ് ഇവർ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ വീട്ടിലൊക്കെ പാൽപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തില്ലേ, അതേ ഒരു മണമാണ്. ഇത് ഫാമിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഈ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഫീഡ് കൊണ്ടുവരാൻ ടൈമായെന്ന് കണ്ടപ്പം എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വികൃതിയാണ് ഇവന്മാർ. അങ്ങനെ മിൽക്ക് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു അളവിൽ വെള്ളവും പൗഡറും ഒക്കെ ചേർത്തിട്ട് അവർ മിക്സ് ചെയ്തിട്ട് ഈ ഇരിക്കണ ഇത് കണ്ടോ, ഈ ബോക്സിലൂടെയാണ് അവർക്ക് ഫീഡ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ബഹളമാണ് ഇവന്മാർ കേട്ടോ. എന്നിട്ട് അവർ മിൽക്ക് മിക്സ് ചെയ്തത് ഇങ്ങനെ അതിലേക്ക് ഫില്ല് ചെയ്യും, കുറേശ്ശെ ഒഴിക്കും. എന്നിട്ട് പിന്നെ അവരുടെ ആ ഒരു കൂടിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും കണ്ടില്ലേ, ബഹളം ഉണ്ടാക്കിയിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ അവന്മാർ. പാല് കുടിക്കാനുള്ള ബഹളമാണ്. പിന്നെ ബാക്കി വരുന്ന മിൽക്ക് കൂടെ അവരതിനകത്തൊഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഇവർക്ക് 2 നേരമാണ് ഒരു ദിവസം കൊടുക്കുന്നതെന്നാണ് അവിടുത്തെ അവർ പറഞ്ഞത്. എന്തായാലും ഓക്കെ.